നോമ്പ് 10 നമ്മുടെ ഉമ്മയായ സത്യവിശ്വാസികളുടെ മുഴുവനും ഉമ്മയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഖദീജ ഉമ്മയുടെ ആണ്ടു ദിവസമാണ് നാളെ. അല്ലാഹു ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് മരണപ്പെട്ട വഫാത്തായ 2 ഭാര്യമാരാ ഉള്ളത്. ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 13 ഭാര്യമാരായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തു തന്നെ മരണപ്പെട്ടത് 2 പേരാണ്. ഒന്ന് ഖുസൈമയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തത് ഖുവൈലിദിന്റെ മകളായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹു. ഈ 2 പേരുമാണ് നബി തങ്ങളുടെ ഹയാത്ത് കാലത്തു തന്നെ വിട പറഞ്ഞവർ. ഖുറൈശി ഗോത്ര പ്രമുഖനായ ആ ഖുവൈലിദിന്റെയും അതുപോലെ ഫാത്തിമ ബിൻത് സായിദ എന്നിവരുടെയും മകളായിട്ടാണ് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹു ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. ആ ഖദീജ ബീവി മക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ ഖദീജ എന്ന് പേരിട്ടെങ്കിലും ആ നാട്ടുകാരെ മുഴുവനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ അമീൻ എന്ന് വിളിച്ചതുപോലെ ഖദീജ ബീവിയെ നാട്ടുകാരിട്ട പേരാണ് ത്വാഹിറ. ത്വാഹിറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ എന്നർത്ഥം. കുഞ്ഞിളം പ്രായത്തിൽ തന്നെ പരിശുദ്ധിയോടുകൂടെ ജീവിച്ചു വന്ന സ്ത്രീയാണ് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവിക്ക് പ്രായം തികഞ്ഞപ്പോൾ അവിടുത്തെ മാതാപിതാക്കൾ അതീഖ് ഇബ്നു ആബിദ് എന്ന് പറയുന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. കൂടുതൽ കാലം ആ ദാമ്പത്യം മുന്നോട്ട് പോയില്ല, അദ്ദേഹം മരിച്ചുപോയി ആ ഭർത്താവ്. രണ്ടാമതായി ബഹുമാനപ്പെട്ട ഖദീജ ബീവിക്ക് അബൂ ഹാല എന്ന് പറയുന്ന ഒരാളുമായി വിവാഹം നടക്കുന്നു. ആ വിവാഹത്തിൽ 2 മക്കളുണ്ടാകുന്നു. അതിൽ ഒന്നാണ് ഹാല, രണ്ടാമത്തെ ഹിന്ദ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ആ രണ്ടാമത്തെ ഭർത്താവ് മരണപ്പെട്ടു പോയി. അപ്പോൾ പിന്നെ കുട്ടികളെ പോറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖദീജ ബീവി മുന്നോട്ട് പോയി. പലരും കല്യാണ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നെങ്കിലും മൂന്നാമതൊരു വിവാഹത്തിന് ഖദീജ ബീവി ഒരുങ്ങിയില്ല. 2 മക്കളുണ്ടല്ലോ, അവരെ പോറ്റി മുന്നോട്ട് പോകാമെന്ന് കരുതി മുന്നോട്ട് പോയി. മക്കക്കാർ പൊതുവെ ബിസിനസ്സുകാരാണ്, കച്ചവടക്കാരാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ പിതാവും ആ കുടുംബവും വലിയ കച്ചവടക്കാരായിരുന്നു. അത് കണ്ടും കേട്ടും അനുഭവിച്ചും പരിജ്ഞാനമുള്ള ഖദീജ ബീവി അവിടുന്ന് ബിസിനസ്സിന് തിരിയുകയാണ്. കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. കച്ചവടത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഖദീജ ബീവി കൊട്ടയും തലയിൽ വെച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങി കച്ചവടം ചെയ്യുന്നു എന്നല്ല, മറിച്ച് പല ആളുകളെയും ചരക്കുകൾ കൊടുത്തുവിട്ട് പല രാജ്യങ്ങളിലേക്കും പറഞ്ഞേച്ച് കച്ചവടം ചെയ്യിപ്പിച്ച് ആ കച്ചവടത്തിന്റെ ലാഭം പറ്റി അവർക്കതിന്റെ കൂലിയും ശമ്പളവും കൊടുത്ത് അങ്ങനെ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആളായി ഖദീജ ബീവി മാറുകയും മക്കയിലെ അറിയപ്പെട്ട കച്ചവടക്കാരിയായി ബഹുമാനപ്പെട്ട ഖദീജ ബീവി മാറുകയും ചെയ്യാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മക്കയിലെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ അവര് നാട്ടുവർത്തമാനങ്ങളും കുശലാന്വേഷണങ്ങളും പരസ്പരം പങ്കുവെക്കുന്നതിനിടയിലേക്ക് ഏതോ ഒരു അപരിചിതനായ, മുൻപ് കണ്ടിട്ട് ആർക്കും പരിചയമില്ലാത്ത ഒരാളും നേരത്തെ കണ്ടിട്ടില്ലാത്ത ഒരാൾ അവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഓ മക്കയിലെ സഹോദരിമാരെ, സ്ത്രീകളെ, നിങ്ങളുടെ ഈ മക്കയിൽ ഒരു അന്ത്യപ്രവാചകൻ വരാനായിട്ടുണ്ട്. അദ്ദേഹത്തെ ആർക്കെങ്കിലും വിവാഹം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതിന് പരിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. ഏതോ ഒരു അപരിചിതൻ, മക്കയിൽ ഒരു പ്രവാചകത്വത്തിന്റെയോ മറ്റൊരു ചർച്ചയുമില്ല. ആ സന്ദർഭത്തിലാണ് ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട്, ആവശ്യമുള്ളവര്, സാധിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചോളൂ എന്ന വാക്ക് കേൾക്കുന്നത്. അതൊരു വെറും വർത്തമാനമായി എല്ലാവരും വിടുകയാണ്. പക്ഷേ ഖദീജ ബീവിയുടെ മനസ്സിൽ ആ വാക്ക് കൂറിയിട്ടു. എന്താണ് ഒരു അപ്രതീക്ഷിതമായ പ്രഖ്യാപനം? ആരാണ് ഇദ്ദേഹം? എന്താണ് അതിന്റെ പൊരുള്? അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും
എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നിങ്ങനെ ചില ചോദ്യങ്ങൾ ഖദീജ ബീവിയുടെ ഉള്ളിൽ അവിടുന്ന് നാമ്പ് പൊട്ടുകയാണ്. ആ സമയത്ത് ഖദീജ ബീവി മക്കയിൽ അഹമ്മദ് എന്ന് പേരുള്ള, മുഹമ്മദ് എന്ന് പേരുള്ള ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊരു അന്വേഷണം ബഹുമാനപ്പെട്ട ഖദീജ ബീവി നടത്തുകയാണ്. ആ നടത്തുന്നതിന്റെ ഇടയിൽ അവിടുന്ന് വിവരം കിട്ടി, മക്കയിൽ അങ്ങനത്തെ ഒരാളുണ്ട്, മുഹമ്മദ് എന്നാണ് പേര്. ആ പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്, സുമുഖനായ സുന്ദരനായ നല്ലൊരു ചെറുപ്പക്കാരൻ, ആർക്കും അതിരഭിപ്രായമില്ലാത്ത ആളാണ് എന്ന് കേട്ടു. ആ സമയത്ത് തന്റെ അടിമയായ മൈസറയെ പറഞ്ഞയച്ചുകൊണ്ട് ആ മുഹമ്മദ് എന്ന് പേരുള്ള ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കച്ചവടക്കാരിയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ചരക്കുകളുമായി നിങ്ങൾക്ക് ഷാമിലേക്ക് പോയി കച്ചവടം ചെയ്ത് അതിന്റെ ലാഭം എനിക്ക് വേണം, അതിന്റെ കൂലി നിങ്ങൾക്ക് തരും എന്നൊരു കരാർ ഏർപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നബിയായിട്ടില്ല, പ്രവാചകത്വം ഏറ്റെടുത്തിട്ടില്ല. ആ 25 വയസ്സുള്ള അല്ലെങ്കിൽ അതിന്റെ താഴെ വയസ്സുള്ള ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് എന്തെങ്കിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അന്നത്തെ പ്രമുഖയായ കച്ചവടക്കാരിയായ ഖദീജ ബീവി തന്റെ ബിസിനസ് രംഗത്തേക്ക് ക്ഷണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, എന്റെ അടിമ മൈസറയും നിങ്ങളുടെ കൂടെയുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ കച്ചവട ചരക്കുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ ഖദീജ ബീവിയുടെ വൃദ്ധനായ മൈസറയും കൂടി അവിടുന്ന് പോകുകയാണ്, ഷാമിലേക്ക് പോകുകയാണ്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്ന് സിറിയ ഉൾപ്പെടെയുള്ള ഭാഗത്തിനാണ് അന്ന് ഷാം എന്ന് പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ചെറുപ്പക്കാരനെ എല്ലാ വിധത്തിലും നിരീക്ഷിക്കാൻ വേണ്ടി ആദ്യം തന്നെ രഹസ്യമായ ഒരു ഓർഡർ ഖദീജ ബീവി ഈ മൈസറക്ക് കൊടുത്തിട്ടുണ്ട്, തന്റെ അടിമക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും യാത്രയും ഇരുത്തവും കടത്തവും സംസാരങ്ങളും എല്ലാം ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ഓർഡർ രഹസ്യമായി കൊടുത്തിട്ടുണ്ട്. മൈസറ അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒട്ടകപ്പുറത്ത് കച്ചവടത്തിന്റെ സാധനങ്ങളുമായി മൈസറയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. സൂര്യൻ ഉദിച്ചുകൊണ്ട് വെയിലടിക്കുന്ന നേരത്ത് ഇവർക്കിടയിൽ അതാ കാർമേഘം വന്ന് മൂടിയിട്ട് തണലിട്ട് കൊടുക്കുന്ന രംഗം മൈസറ കാണുകയാണ്. ഒട്ടകം എങ്ങനെയാണോ മുന്നോട്ട് ചലിക്കുന്നത് അതേ അളവിലും അർത്ഥത്തിലും വേഗതയിലും കാർമേഘവും മുന്നോട്ട് ചലിക്കുന്നുണ്ട്. ഒരിക്കലും ഇവർക്ക് വെയിൽ കൊള്ളുന്നില്ല. ഈ രംഗം മൈസറ ശ്രദ്ധിക്കുന്നു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ യാത്രക്കിടയിൽ അതാ ഒരു സ്ഥലത്ത് മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവിടെ ഇരുന്നപ്പോഴാണ് ആ മരച്ചൂടിന് തൊട്ടപ്പുറത്തുള്ള ചെറ്റക്കുടിലിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന പൂർവ്വ വേദങ്ങളെ കുറിച്ചു പാണ്ഡിത്യമുള്ള പണ്ഡിതനായ, തൗറാത്തിനെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചൊക്കെ വളരെ വലിയ പരിജ്ഞാനമുള്ള പ്രായമുള്ള നെസ്റ്റോറ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹം കുടിലിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോ ഏതോ കച്ചവട സംഘം മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഒരു ചെറുപ്പക്കാരനാണല്ലോ ഇരിക്കുന്നത്. ആ ചെറുപ്പക്കാരനെ സൂക്ഷിച്ചു നോക്കിയിട്ട് കൂടെയുള്ള മൈസറയെല്ലാം അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ആരാണ് ആ ചെറുപ്പക്കാരൻ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ മക്കയിൽ നിന്ന് വരാൻ, അത് ഖുറൈശികളിൽപ്പെട്ടൊരു ചെറുപ്പക്കാരനാണ്, ഇന്നാലിന്ന ആളുടെ കച്ചവടത്തിന്റെ ഏൽപ്പിക്കപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. ആ നെസ്റ്റോറ ഈ മൈസറയോട് പറഞ്ഞു, എന്നാൽ അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, പിൽക്കാലത്ത് ഭാവിയിൽ മക്കയിൽ വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനാണെന്ന് പൂർവ്വ വേദങ്ങളിൽ അടയാളങ്ങൾ പറയപ്പെട്ട ആ വ്യക്തിയാണായിരിക്കുന്നത്. എന്തെല്ലാം ആ ഗ്രന്ഥത്തിൽ അടയാളങ്ങളുണ്ടോ ആ അടയാളങ്ങൾ മുഴുവനും അദ്ദേഹത്തിൽ കാണുന്നുണ്ട് എന്ന് നെസ്റ്റോറ മൈസറയോട് മെല്ലെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അത്ഭുതങ്ങൾ മുഴുവനും മൈസറ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയാണ്. അങ്ങനെ ഷാമിലെത്തി, ഉദ്ദേശിച്ച സ്ഥലത്തെത്തി, കച്ചവടമെല്ലാം നടന്നു. ആ കച്ചവടത്തിൽ വൻ ലാഭം. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാളും പെട്ടെന്ന് ചരക്കുകൾ വിറ്റുപോകുകയും പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള ലാഭം ലഭിക്കുകയും ചെയ്ത് തിരിച്ചു നാട്ടിലേക്ക്, മക്കയിലേക്ക് തിരിച്ചു വരുന്നു. ഖദീജ ബീവിയുടെ അടുക്കലെത്തിയപ്പോ ഈ ചെറുപ്പക്കാരന്റെ ഹാൽ എന്താണെന്ന് മൈസറയോട് ചോദിച്ചു.
ചോദിച്ചപ്പോ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവിടുന്ന് ഖദീജ ബീവിയോട് പറഞ്ഞു കൊടുത്തു. ഖദീജ ബീവിക്ക് മനസ്സിലായി, ഞാൻ അന്ന് ആ കല്യാണപ്പുരയിൽ നിന്നും കേട്ട ആ വെള്ളിയാളത്തിന്റെ ആ വെള്ളിയാളം എന്താണോ അതാണ് പുലർന്നിരിക്കുന്നത്, അതാണ് പുലരാൻ പോകുന്നത്. ആ ചെറുപ്പക്കാരൻ ഇത് തന്നെയാണ് എന്ന് അവിടുന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരനുമായി കല്യാണ അന്വേഷണത്തിന് വേണ്ടി തന്റെ ദാസിയെ പറഞ്ഞേക്കുകയാണ്. ഹഫ്സ എന്ന് പറയുന്ന നഫീസ എന്ന് പറയുന്ന തന്റെ ദാസിയെ ആ ചെറുപ്പക്കാരനിലേക്ക് പറഞ്ഞേക്കുകയാണ്. നഫീസ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് 10-25 വയസ്സായല്ലോ പ്രായം, വിവാഹം കഴിക്കണ്ടേ, എന്താ നിങ്ങളുടെ താല്പര്യം, ഉദ്ദേശം എന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല, ഇപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പൊ പറഞ്ഞു, സാമ്പത്തിക ശേഷിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത ഒരാൾ വിവാഹാന്വേഷണവുമായി നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ തയ്യാറാകുമോ? കാരണം പുരുഷന്മാർക്കാണല്ലോ വിവാഹം ചെയ്യാൻ വലിയ മഹർ കൊടുക്കേണ്ടത്, സാമ്പത്തിക ബാധ്യതയുള്ളത്. അതുകൊണ്ട് ബാധ്യത ഉള്ള കാരണം കൊണ്ട് ആ ബാധ്യത വരാത്ത ഒരാൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങോട്ട് അന്വേഷിക്കുകയാണെങ്കിൽ തയ്യാറാകുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവിടുന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്? മറ്റാരുമല്ല, അത് ഖദീജ ബീവിയെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി സംസാരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. കാരണം അവിടുത്തെ മുത്താപ്പയും അവിടുത്തെ ബന്ധുക്കളും ഉണ്ടല്ലോ, അവരുമായി സംസാരിക്കാൻ വേണ്ടി ഉത്തരവ് കൊടുക്കുകയും ആ സംസാരത്തിന്റെ പര്യവസാനമെന്നോണം ആ വിവാഹം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വിവാഹം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. തന്നെക്കാളും 15 വയസ്സ് പ്രായം കൂടുതലുള്ള ഖദീജ ബീവിയുമായിട്ടാണ് വിവാഹം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒന്നും സാമ്പത്തിക ശേഷിയില്ല. ഖദീജ ബീവി ആണെങ്കിലോ മക്കയിലെ സാമ്പത്തിക കുലപതിയാണ്, വലിയ ബിസിനസ്കാരിയും അതുപോലെ അറിയപ്പെട്ട കച്ചവടക്കാരിയും സമ്പന്നയുമാണ് ഖദീജ ബീവി. ആ വിവാഹം നടന്ന ചടങ്ങിൽ വെച്ച് ഉടനെ തന്നെ ഖദീജ ബീവി പറയുകയാണ്, ഇന്ന് മുതൽ എന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും സമ്പത്ത് മുഴുവനും ഞാനിതാ എന്റെ ഭർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ ഇനി ഒരു സമ്പത്തിനും അർഹതയില്ല, ഒരു സമ്പത്തും ഇനി എനിക്കില്ല, അതെല്ലാം എന്റെ ഭർത്താവിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ ആസ്തികൾ മുഴുവനും ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. അവിടുന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും, ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ 25 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, 65 വയസ്സ് വരെ. ആ കൊല്ലക്കാലം അത്രയും ഒരിക്കൽ പോലും ആ സാമ്പത്തിക വിഷയത്തെ കുറിച്ച്, ആ സമ്പത്ത് എന്ത് ചെയ്തു, എങ്ങനെ ചെലവഴിച്ചു, എന്താണ് ചെയ്തത്, എന്താണ് ചെയ്യേണ്ടത്, മിണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് പോലുമില്ല. എന്റെ ഭർത്താവിന് കൊടുത്ത സമ്പത്ത് അവരിഷ്ടം പോലെ ചെയ്യട്ടെ എന്ന സമീപനം സ്വീകരിക്കുകയും ഖദീജ ബീവി അങ്ങനെ നല്ലൊരു ദാമ്പത്യമായി മുന്നോട്ട് പോകുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ദാമ്പത്യത്തിൽ 6 സന്താനങ്ങൾ പിറക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. 1 സൈനബ്, 2 റുഖിയ, 3 ഉമ്മു കുൽസൂം, അതുപോലെ ഫാത്തിമ, ഖാസിം, അബ്ദുള്ള. ഈ 6 മക്കളിൽ 5 മക്കളും കുഞ്ഞിളം പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. ഫാത്തിമ ബീവി മാത്രമാണ് ബാക്കിയായത്. മറ്റുള്ളവരൊക്കെ ചെറുപ്പത്തിൽ ഓരോരുത്തരായി മരണപ്പെട്ടു പോയി. ആ ദാമ്പത്യം മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വത്തിന്റെ ഭാരം ഏറ്റെടുക്കേണ്ട ചില സൂചനകൾ വരാൻ തുടങ്ങി. പ്രവാചകനാക്കേണ്ടതിന്റെ ചില സൂചനകൾ ആദ്യം സ്വപ്നമായിട്ടാണ് വരുന്നത്. സുബഹിയോടടുത്ത സമയത്ത് ചില ഭാരിച്ച സ്വപ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിന്റെ ചില സൂചനകളായിരുന്നു. ആ സമയത്തൊക്കെ ഖദീജ ബീവി തന്റെ ഭർത്താവിനെ നല്ലവണ്ണം ആശ്വസിപ്പിക്കുകയും മനസ്സിന് ധൈര്യം കൊടുക്കുകയും ചെയ്തു. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഏകാന്തവാസത്തിലേക്ക്, ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് എടുക്കുന്ന, ആരാധനകൾ നിർവഹിക്കേണ്ട ചുറ്റുപാടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യപ്പെടുകയും അവിടുന്ന് ജബൽ നൂറിന്റെ ഉച്ചിയിലുള്ള ഹിറാ ഗുഹയുടെ
മുകളിലേക്ക് പോകുകയാണ്. ഹിറാ ഗുഹ നമുക്കറിയാം, ജബൽ നൂറിൽ സ്ഥിതി ചെയ്യുന്ന ഹിറാ ഗുഹ 4 മുഴം നീളവും 1.25 മുഴം വീതിയുമുള്ള ചെറിയ ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഗുഹയാണ് ആ ഹിറാ ഗുഹ എന്ന് പറയുന്നത്. ഏകദേശം കഅബയിൽ നിന്നും 3 കിലോമീറ്റർ വഴി ദൂരമുള്ള, അതുപോലെ മസ്ജിദുൽ ഹറാമിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്നും 760 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ജബലുൻ നൂർ, 281 മീറ്റർ ഉയരമുള്ള പർവ്വതം, കുത്തനെ നിൽക്കുന്ന പർവ്വതമാണ്. നേരെ കുത്തന രൂപത്തിൽ, ചെരിവില്ലാത്ത പരന്ന രൂപത്തിലല്ല. ആ ഉച്ചിയിൽ, ആ പർവ്വതത്തിന്റെ ഏറ്റവും ഉച്ചിയിലാണ് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ആ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകനായി പോയി ഇബാദത്തിൽ മുഴുകുകയാണ്. തന്റെ ഭർത്താവ് ഇബാദത്തിൽ മുഴുകുമ്പോ ഖദീജ ബീവി വെറുതെ ഇരിക്കുകയല്ല. ആ ഭർത്താവിന് വേണ്ടി വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി പൊതികളാക്കി ഇത്രത്തോളം കിലോമീറ്റർ ആ കുത്തനെ നിൽക്കുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് പിടിച്ചു വലിഞ്ഞു കയറിയിട്ട് ഭക്ഷണപ്പൊതി റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്ന് പോകുന്ന ആളുകൾക്ക് അവിടെ ചെറിയ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയതായി കാണാൻ കഴിയും. സ്റ്റെപ്പുകളായി കയറി പോകാൻ സൗകര്യം ഇന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് അന്ന് സ്റ്റെപ്പുകളൊന്നുമില്ല, കുത്തനെ നിൽക്കുന്ന പാറ മലകളാണ്. ആ മറയിൽ വലിഞ്ഞു കയറി പിടിച്ചു കയറണം. കാലു തെറ്റിയാൽ താഴേക്ക് ഉരുണ്ടു വീഴും. എല്ലാ പ്രതിസന്ധികളും നേരിടാൻ മനസ്സുറച്ചുകൊണ്ട് ഖദീജ ബീവി അതിന്റെ മുകളിലേക്ക് ആ ഭക്ഷണ പൊതിയുമായി തന്റെ ഭർത്താവിന് വേണ്ടി കൊണ്ടുകൊടുക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അതാ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആ ഹിറാ ഗുഹയിലേക്ക് ഒരു പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മലക്കിനെ ആദ്യമായി കണ്ടുമുട്ടുകയാണ്. അവിടുന്ന് കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, നീ വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വായിക്കാനും എഴുതാനും പഠിച്ച ആളല്ല, എനിക്കറിയില്ല. അവിടുന്ന് പിടിച്ചൊന്ന് അണച്ചുകൂട്ടി പിടിക്കുകയാണ്. വീണ്ടും വായിക്കാൻ പറയുന്നു. ഇത് 3 തവണ ആവർത്തിക്കുകയാണ്. 3 തവണ ആവർത്തിച്ച ശേഷം അവിടുന്ന് ഈ സൂറത്തു ഇഖ്റ ബിസ്മിയുടെ ആദ്യത്തെ 5 ആയത്തുകൾ ഓതി കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയം വരാൻ തുടങ്ങി. കാരണം മലക്കിനെ കണ്ട സന്ദർഭം ആദ്യമായി കണ്ടുമുട്ടുകയാണ്. പരിസരത്ത് ആരുമില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വലിയ ചെറിയ പേടിയും ആശ്ചര്യവും ആശങ്കകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഗുഹയിൽ നിന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയപ്പോ ഒരു ശബ്ദം കേൾക്കുന്നു, സലാമുൻ അലൈക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങ് ഈ സന്ദർഭം മുതൽ അല്ലാഹുവിന്റെ റസൂലായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് മാലാഖ ജിബ്രീലാണ്, പേടിക്കണ്ട. സലാം പറയുകയാണ്. സലാമുൻ അലൈക യാ റസൂലല്ലാഹ്. മരങ്ങളും കല്ലുകളും സലാം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയിട്ട് ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ, സമ്മിലൂനി സമ്മിലൂനി, എനിക്ക് കുളിരുന്നുണ്ട്, എനിക്ക് വിറക്കുന്നുണ്ട്, എനിക്ക് പേടി വരുന്നുണ്ട്, പനി വരുന്നുണ്ട്, ഒന്ന് പുതപ്പിട്ട് എന്നെ മൂടി തരണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന തന്റെ ഭർത്താവിനെ പുതപ്പിട്ട് മൂടി കൊടുക്കുകയാണ്. എന്നിട്ട് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും മനസ്സിനുള്ള സന്തോഷത്തിന്റെയും വലിയ വലിയ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഖദീജ ബീവി പറയാണ്, കല്ലാ വല്ലാഹി, അല്ലാഹുവാണേ സത്യം, മാ യുഖ്സികല്ലാഹു അബദാ. നബിയേ, ഭർത്താവേ, അങ്ങേ ഒരിക്കലും അല്ലാഹു കൈയൊഴിക്കുകയില്ല, അല്ലാഹു അങ്ങേ അഭിമാനിക്കുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹീം, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്ന ആളാണല്ലോ. അതുപോലെ വതഹ്മിലുൽ കല്ല, ആലംബഹീനർക്ക് ആശ്വാസമാകുന്ന ആളാണ് നിങ്ങൾ. അതുപോലെ വതക്സിബുൽ മഅദൂം, ഇല്ലാതെ വന്നവർക്ക് ഉള്ളതിൽ നിന്ന് കൊടുത്തു പറഞ്ഞേക്കുന്നവരാണ് നിങ്ങൾ. അതുപോലെ അതിഥികളെ സൽക്കരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പടച്ച റബ്ബ് കൈയൊഴിയുകയില്ല. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല, നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. വീണ്ടും ആശ്വാസത്തിന്റെ വലിയ വാക്കുകൾ കൊടുത്ത് സമാധാനിപ്പിക്കുകയാണ്.